കൗശിക് കല്യാൺ എന്ന ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളിലെ എല്ലാ മാതാപിതാക്കളുടെയും നെഞ്ചിൽ എപ്പോഴും ഒരു പേടിയാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ വിശ്വസിച്ച് വിദ്യാലയങ്ങളിലേക്കും അതുപോലെ ഒരു ഹോസ്റ്റലിലേക്കും ഒന്നും പഠിപ്പിക്കാൻ അയക്കാൻ നമുക്കിപ്പോൾ ഒരു പേടിയാണ്. നമ്മൾ പണ്ടിലെ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അധ്യാപകർ കുട്ടികളെ തല്ലി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവരെ അച്ചടക്കത്തോടുകൂടി തല്ലി പഠിപ്പിക്കുമ്പോൾ അവർക്ക് അധ്യാപകരെ ആയാലും പേടിയുണ്ടാവും. അതുപോലെ മാതാപിതാക്കളായാലും തല്ലി പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കളെയും അവർക്ക് പേടിയുണ്ട്. അപ്പോൾ നല്ലതായി അവർ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് രണ്ട് തല്ല് കിട്ടുമ്പോൾ നേരെ പോകും കുട്ടികൾ എവിടെയെങ്കിലും ചാവാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മയക്കുമരുന്നിനോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള ലഹരി കാര്യങ്ങളിലേക്കും ഒക്കെ കുട്ടികൾ പോവുക ചെയ്യുന്നത് അവരോടുള്ള ദേഷ്യത്തിന്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, മക്കളെ പേടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു അധ്യാപകരെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും അഥവാ ഒരു കണ്ണൂരിട്ട് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ അവരോട് ഭീഷണിയായി, അവരെ കൊല്ലും, കൊട്ടേഷൻ കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള ഓരോരോ വാർത്തകളാണ് നമ്മൾ ദിവസം കേൾക്കുന്നത്. അപ്പോൾ പേടിയാണ് ശരിക്കും. അധ്യാപകർക്കാണെങ്കിൽ അവർ മനസ്സറിഞ്ഞത് പേടിപ്പിക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് അവർ പഠിപ്പിച്ച് അവർ ജോലി തീർത്ത് പോകുക എന്നുള്ളത് കണ്ട് അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റൂല. കാരണം അവരെന്തെങ്കിലും ഒന്ന് അഥവാ പറഞ്ഞാൽ തന്നെ അവരെ പേരിൽ കേസായി. ഇന്നത്തെ മാതാപിതാക്കളും കണക്ക് തന്നെ കുട്ടികൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാവരുടെ കാര്യം പറയുന്നില്ല, ചില ആൾക്കാരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ചില കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും കേസ് കൊടുത്ത് അധ്യാപകരുടെ പേരിൽ പ്രശ്നമാക്കും. അധ്യാപകരുടെ പേരിൽ കേസ് കൊടുത്ത് കുട്ടികൾ ഇങ്ങനെ പ്രശ്നങ്ങളാക്കും. അപ്പോൾ അധ്യാപകർ അവരുടെ ജോലി കൈകാര്യം ചെയ്ത് അവരവരെ പാട്ടിന് പോകും. അല്ലാതെ കുട്ടികളെ ഉപദേശിക്കാനോ നേരെയാക്കാനോ അവരിപ്പോൾ ശ്രമിക്കാൻ നിൽക്കുന്നില്ല. അഥവാ അങ്ങനെ ഉപദേശിച്ചാൽ തന്നെ അവരുടെ പേരിൽ പിന്നെ കൊട്ടേഷൻ എന്ന് പറഞ്ഞും മറ്റുള്ള പ്രശ്നങ്ങളെന്നും പറഞ്ഞും പോകും. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ കാലഘട്ടം മൊത്തം എന്താ പറയുക, ഒരു കൊടും ക്രിമിനൽസിന്റെ കാലഘട്ടമായി മാറും. കുട്ടികൾ വരെ ക്രിമിനൽസായി മാറുക നമ്മളെ സമൂഹത്തിൽ. അപ്പോൾ മയക്കുമരുന്നിന് അടിമയാവുന്നു, എന്താ പറയുക, കഞ്ചാവിന് അടിമയാവുന്നു, മറ്റു ലഹരി പാനീയങ്ങൾക്കെല്ലാം അവർ അടിമകളാവുക ചെയ്യുന്നത്. സ്കൂളിലേക്ക് പോകുന്നു പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ പല പല പ്രശ്നങ്ങളിലേക്കോ പോകുന്നത്. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മക്കും ഒക്കെ അതെല്ലാം എന്താ പറയുക, അവരെ കൂടെ എപ്പം ബേക്കിലേക്ക് ഇറങ്ങി പോകാൻ പറ്റൂലല്ലോ നമുക്ക്. നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആദ്യം പിടിച്ചോളൂ, അവരെവിടെ പോയി, അവരെന്തേ വരാത്തെ, ഇങ്ങനെ പറഞ്ഞാൽ ആദ്യം പിടിക്കില്ല നമ്മളെ ഓരോ അച്ഛനമ്മമാരെയും വിധി. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ സ്കൂളിൽ അത്യാവശ്യമായി കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക. കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്താൽ തന്നെ കുട്ടികൾ ഒരു പരിധിവരെ നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛനാര്, അമ്മയാര്, പെങ്ങളാര്, അതുപോലെ അങ്ങനെ എന്താ പറയുക, അച്ഛനമ്മമാരെ തിരിച്ചറിയുന്ന ഒരു സ്വഭാവം അവർക്ക് വരണമെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കണം. അവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, അവർ പോയ വഴി തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആരും തിരിച്ചറിയാൻ പറ്റാത്തത്. ഒരു കഞ്ചാവിനുള്ള അടിമയായാൽ തന്നെ അവർക്ക് അച്ഛനാരോ അമ്മയാരോ അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ദയവേതൊരു സ്കൂൾ അധ്യാപകരോടായിട്ടില്ല ഞാൻ പറയുന്നു, ദയവേതൊരു സ്കൂളിലൊക്കെ ഒന്നൊരു കൗൺസിലിംഗ് കൊടുക്കുക. നമ്മൾ പാവ അച്ഛനമ്മമാർ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള നമ്മളെ വിധി എന്താണ്? നമുക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കാനാവില്ല. അതുപോലെ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ഹോസ്റ്റലിലേക്കോ അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടാതിരിക്കാനോ ആവില്ല. എത്ര റാഗിങ് നടന്നു, എത്ര കൊലപാതകങ്ങൾ, ചെറിയ പിഞ്ചു കുട്ടികളെ വരെ കൊന്നെടുക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പം എങ്ങനെ നമുക്ക് ചങ്കുപൊട്ടി നിൽക്കാനല്ലാതെ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും? നമ്മൾ ഓരോരോ മാതാപിതാക്കൾക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. നാളെ നമുക്ക് ഇത് വരാം. അതുകൊണ്ട് നമുക്ക് നാളെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കുറേയെല്ലാം അധ്യാപകരായാലും കുട്ടികൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. അവരെ പാഠപുസ്തകങ്ങളായാലും അവരെ രീതികളും അവരെ സ്വഭാവ രീതികളും ഒക്കെ അധ്യാപകരൊന്ന് കണ്ടറിഞ്ഞ് അവരെ ഒന്ന് ശ്രദ്ധിക്കുക. അവരെ കൂട്ടുകെട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ അധ്യാപകർക്ക് അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവും. പക്ഷേ ഇത്രയും ഇത്രയും കുട്ടികൾ നിൽക്കുന്ന സ്കൂളുകൾ അവരെ ഒന്ന് സംരക്ഷിക്കാൻ നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ എന്നിരുന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. അധ്യാപകരുടെ ജോലിയാണ് അത്, കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇരുട്ടിനെ അകറ്റി വെളിച്ചം നൽകുന്നവരാണ് അധ്യാപകർ. അപ്പോൾ അധ്യാപകർ കുട്ടികളെ നല്ലോണം സംരക്ഷിക്കുക. ഇനിയുള്ള കാലഘട്ടത്തിൽ അതേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ മാതാപിതാക്കളായാലും സ്കൂൾ വിട്ട് വന്ന കുട്ടികളുടെ ബാഗ് നോക്കുക, അവരെ പാഠപുസ്തകങ്ങൾ നോക്കുക, അവരുടെ സ്വഭാവ രീതികൾ കണ്ടറിഞ്ഞ് അവരെ കൂടി ഇരുത്തി അവരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവരെ കൂടെ അവർ ഒറ്റയ്ക്ക് റൂമിൽ ഇരുത്താതിരിക്കുക. അവർക്ക് മൊബൈൽ ഫോൺ കഴിവതും കൊടുക്കുന്നത് ഒഴിവാക്കുക. അഥവാ മൊബൈൽ ഫോൺ കൊടുത്താൽ തന്നെ അവരിലേക്കൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുക. നമ്മൾ മൊബൈൽ ഫോൺ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ വേഗം വേറെ സ്ഥലത്ത് പോയി പണിയെടുക്കാനൊന്നും നിൽക്കാതിരിക്കുക. അവരെന്തെങ്കിലും ചെയ്തോട്ടെ.
അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന മാതാപിതാക്കളാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന സമൂഹത്തിൽ. നമ്മൾ എന്തെങ്കിലും ജോലിക്കെന്നും പറഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങും, മാതാപിതാക്കളും അതുപോലെ വീട്ടുകാർ. അപ്പോൾ കുട്ടികൾക്ക് ഒരു മൊബൈൽ വീട്ടിൽ കൊടുത്തിട്ട് അങ്ങ് പോകും. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവർ പഠിക്കുമെന്ന് വിചാരിച്ചാൽ അവർ പോകും. പക്ഷെ അവർ മൊബൈലിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോഴത്തെ മൊബൈലിലെ പ്രശ്നം, മൊബൈൽ കാരണം തന്നെ നമ്മൾ ഒരു പരിധിവരെയില്ല എല്ലാ കുട്ടികളും ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മൊബൈലിലെല്ലാം ഒരുപാട് മോശം കാര്യങ്ങളാണ് വരുന്നത്. ഇതെല്ലാം കണ്ടാണ് ആ കുട്ടികൾ വളരുന്നത്. അപ്പോൾ അവരെങ്ങനെ നന്നാവാനാണ്? അതുകൊണ്ട് ദയവേത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. മൊബൈലിലെല്ലാം കൊടുത്തിട്ടൊന്നും നിങ്ങൾ എങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ ബോംബ് കൊടുത്തിട്ട് പോകുന്നതെന്ന് എനിക്ക് പറയാനില്ല. മൊബൈൽ ബോംബ് വേഗം പൊട്ടും, മൊബൈൽ അങ്ങനെ പൊട്ടൂല. ആ കുട്ടിയെ ഘട്ടം ഘട്ടമായിട്ട് പൊട്ടി എന്താ പറയുക, അവരെ പണി തീർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധനം ഈ മൊബൈൽ. അപ്പോൾ അതുകൊണ്ട് അധ്യാപകരായാലും മാതാപിതാക്കളായാലും കുട്ടികളെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ കുറേയെല്ലാം കുട്ടികളെ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളത് അധ്യാപകർ നോക്കട്ടെ. പിന്നെ എല്ലാ അധ്യാപകരും തലയിൽ വെക്കാൻ പാടില്ല. അധ്യാപകരല്ലേ അവരെ സംരക്ഷിക്കേണ്ടത്, ചിന്തിക്കാൻ പാടില്ല. വീട്ടുകാരും നല്ലോണം ശ്രദ്ധിക്കുക. ഇത് ഈ എന്താ പറയുക, സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസമുള്ള കുട്ടികളുടെ, അതുപോലെ എല്ലാ മാതാപിതാക്കളോടല്ല ഞാൻ പറയുന്നത്. ചില കുട്ടികൾ, ഇപ്പം എൻ്റെ കുട്ടികളായാലും ചിലപ്പോൾ ഭയങ്കര കുരുത്തക്കേടും കാര്യങ്ങളല്ല, അത് പറഞ്ഞാൽ കേൾക്കൂല. അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇപ്പോഴുള്ള കുട്ടികൾ വയലൻ്റ് ആയിട്ടാണ് വളരുന്നത്. അതുപോലെ ഓരോരോ മറ്റുള്ള എന്താ പറയുക സിനിമകളെ ഞാൻ ഒന്നിച്ച് അടിച്ചാക്ഷേപിക്കുന്നില്ല. വയലൻസ് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഒരു പരിധിവരെ അവിടെ സഹായിക്കുന്നുണ്ട്. അതാണ്. അപ്പം അങ്ങനെയുള്ള സിനിമാ ലോകത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എല്ലാം കേട്ടറിഞ്ഞ് വളരുന്ന നമ്മൾ ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ മാതാപിതാക്കളുടെ സ്വഭാവ രീതിയൊന്നും അല്ല കണ്ടു വളരുന്നത്. മറ്റുള്ള പുറത്തെ കാര്യങ്ങളും മറ്റൊന്ന് കണ്ടറിഞ്ഞ് വളരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടികൾ, ഇനി വരുന്ന സമൂഹത്തിലെ കുട്ടികളിൽ നിന്ന് നല്ലതായി വളരട്ടെ, നല്ല മക്കളെ കിട്ടട്ടെ. എല്ലാ അധ്യാപകർക്കായാലും എല്ലാ മാതാപിതാക്കളായാലും നല്ല കുട്ടികളെ കിട്ടട്ടെ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു വാക്കുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവേതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. എന്നാലേ എനിക്ക് അടുത്തതിന് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റാ.